ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് മഞ്ഞുമലയിലാണ്. അതെ, സ്നോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നാളത്തെ ആഗ്രഹം അങ്ങനെ സാധിക്കാൻ പോവുകയാണ്. ഞാനും ദിവമോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു കേട്ടോ, മഞ്ഞിൽ പോയിട്ട് കളിക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിതാ പോയി കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സ്ഥലത്താണെങ്കിൽ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മല നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ പോകുന്നതിന് ചുറ്റും നല്ല അടിപൊളി വ്യൂ ആണ്. നമുക്ക് അവിടെ ഇറങ്ങി കുറേ നേരം സ്പെൻഡ് ചെയ്താലെന്നൊക്കെ തോന്നും. അങ്ങനെ അവസാനം നമ്മളിതാ എത്താനായിട്ടുണ്ട് കേട്ടോ. അടൽ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഉള്ള സ്ഥലമാണ് മഞ്ഞിൽ കളിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം കേട്ടോ. പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ശരിക്കും ഏതോ സിനിമയിലൊക്കെ കണ്ടൊരിതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞതാണ്, ഇതെല്ലാം ഇനിയും കൂടുതലുണ്ടാവും. ഇപ്പോൾ മാർച്ച് ആയതുകൊണ്ട് കുറേ കുരുകി. അങ്ങനെ നമ്മളിതാ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണലാണ് കേട്ടോ ഈ ടണൽ എന്ന് പറയുന്നത്. ഏകദേശം 9 മീറ്റർ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ദൂരമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഫോൺ ചെയ്യാൻ പറ്റും. അങ്ങനെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് നമ്മൾ വയനാട്ടിലും വരാൻ പോകുന്നത്. അങ്ങനെ അവസാനം ഇതാ നമ്മൾ അതിൻ്റെ ഇതിൻ്റെ അവസാനം എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടൽ ടണൽ കഴിഞ്ഞ് അപ്പുറം എത്താൻ പറ്റും. അപ്പം ഇവിടെയാണ് എല്ലാവരും മഞ്ഞ് കാണാനും മഞ്ഞ് കളിക്കാനും വരുന്ന സ്ഥലം കേട്ടോ. പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് അവർ കിടത്തി വിടൂല കേട്ടോ. അവരെ പോലീസുകാരുണ്ട്, അവർ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയൊന്നും കിടത്തി വിടൂല. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയുക, കാലും കൈയൊക്കെ മൂടുന്ന തരത്തിലുള്ള ഡ്രസ്സ് വേണം ഇടാൻ വേണ്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ തണുത്ത് മരവിച്ച് പോകും കേട്ടോ. എന്നാലും നമുക്ക് മഞ്ഞിലൊക്കെ കളിക്കുമ്പോൾ അധികം തണുപ്പൊന്നും അറിയാതിരിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതാ നോക്കൂ, എന്ത് രസമല്ലേ. അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ എത്തി ഗൈസ്. അതിൻ്റെ അടുത്ത് കൂടെ ഒരു പുഴയും കൂടി ഉണ്ട് കേട്ടോ. പുഴയാണ് റിവറാണെന്തോ, അതും കൂടി ഒഴുകുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഹിമാലയൻ താഴ്വരകൾ തന്നെയാണ് കേട്ടോ. ഹിമാലയത്തിൻ്റെ താഴെയുള്ളൊരു പ്രദേശമാണ് ഈ മണാലി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തൊപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ദിവമോളും തൊപ്പിയൊക്കെ ഇട്ട് ഞങ്ങളിതാ ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പാർക്കിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ വേണ്ടി പോകുകയാണ്. ഇറങ്ങിയത് ഞങ്ങൾ വേഗം നടന്നത് ആ പുഴേൻ്റെ അരികത്താണ് കേട്ടോ. അങ്ങോട്ടേക്ക് നടന്ന് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ദിവമോൾ ഭയങ്കര ഹാപ്പിയാണ്. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഇങ്ങനെ ഞാൻ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരു യാദർച്ഛികമായിട്ടുള്ളൊരു കാണലായിരുന്നു ഇത് കേട്ടോ. അതായത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതല്ല, ഒരു ചാൻസ് കിട്ടിയപ്പോൾ വന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് എവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. വേറെ ഏതോ ലോകത്തെത്തിയ പോലെ. അപ്പം ഇങ്ങനെ ഈ എന്താ പ്രകൃതിയിൽ ഇത്രയും നല്ല സൗന്ദര്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ, എനിക്കറിയില്ല ഇതിനെ കുറിച്ചിട്ട് പറയാനൊന്നും. അത് ശരിക്കും കാണുമ്പോഴേ നല്ല ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ക്യാമറാമാൻ ഒക്കെ ഉണ്ട്, അപ്പോൾ ഫോട്ടോഗ്രാഫർ ഉണ്ട്. അവർ നമുക്ക് എടുത്ത് തരും കേട്ടോ. പൈസ നമ്മൾ കൊടുത്താൽ മതി. അങ്ങനെ നമ്മളിതാ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് മഞ്ഞിൽ ഞാനും ദിവമോളും കുറേ നേരം കളിച്ച്, ദിവമോൾക്ക് പിന്നെ അവസാനം മതിയായി, അമ്മയെ പോവാന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി കേട്ടോ. നല്ല രസമാട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിതാ മഞ്ഞിങ്ങനെ കൈകൊണ്ട് നമ്മളിങ്ങനെ വാരുന്നേരം കൈയൊക്കെ മരവിച്ചിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. കുറച്ച് ഉറച്ച് നിൽക്കുന്നുണ്ടാവും കേട്ടോ. ദിവമോൾ ചെരുപ്പിട്ടിട്ടാട്ടോ വന്നത്. അപ്പോൾ കുറേ പറഞ്ഞ് ആളോട് ഷൂ ആണ് ഇടണ്ടേ, മഞ്ഞാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ആൾ സമ്മതിച്ചിട്ട് എനിക്ക് ഷൂ ഇട്ടാൽ കാല് വേദന എടുക്കും എന്നാണ് ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഷൂ വാങ്ങി. അതായത് നമുക്ക് അവിടെ നിന്ന് 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ മഞ്ഞിൽ കളിച്ച് കഴിയുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ പോകുന്നേരം. അത് വാങ്ങി. പിന്നെ എൻ്റെ ഹസ്ബൻഡും അതെന്നെ വാങ്ങിയിട്ടു കേട്ടോ. ആളും ചെരുപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ മാത്രം ഷൂ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം മഞ്ഞിലൊക്കെ കളിച്ചു, ഭയങ്കര ഹാപ്പിയായി. പിന്നെ കുറേ മേലെയൊക്കെ കയറാട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര പേടി, മേലെ കയറുന്ന ഇതിൽ സ്ലിപ്പായിട്ടുണ്ട് അങ്ങ് താഴെ എത്തും കേട്ടോ.
നമ്മളങ്ങ് ഉരുതി പോകും. അപ്പോൾ ദിവമോൾ ഇതവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്, മതി അമ്മ എനിക്ക് മതിയെന്ന്. അങ്ങനെ ഞാനും ദിവമോൾ ഇതാ കരയ്ക്ക് ഇങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളവർ കളിക്കുന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്, അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് സ്നോഫാൾ പെയ്ത് ഗൈസ്. കുറച്ച് നേരം കൂടി നിന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ശരിക്കും നന്നായിട്ട് ആസ്വദിക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ കാർ കയറിയതും പിന്നെ കാർ അവിടെ നിന്ന് വിട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടൽ ടണലിൻ്റെ ഇപ്പുറം വന്നു. ഇപ്പുറം വന്നപ്പോഴും മഞ്ഞത് എവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു അവിടെ ഒരു ചായക്കട, ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതേപോലുള്ള ചെറിയ ചെറിയ ചായക്കടകൾ, ഇങ്ങനെ ഷെഡ് കാണാം. അപ്പം അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ചായയും അതുപോലെ തന്നെ നൂഡിൽസും കഴിച്ചു കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥയിൽ നല്ല നല്ല ചൂട് നൂഡിൽസും അതുപോലെ തന്നെ നല്ല ചൂട് ചായയും. ഇത് ജിഞ്ചർ ചായയാണ് കേട്ടോ, ഒരു ഇഞ്ചിയും ഏലക്കായും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ചായയാണ്. ചൂടോടെ ചായ കുടിക്കുമ്പോഴുള്ള സുഖം അത് വേറെ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അങ്ങനെ ചായ കുടിച്ചു, അതുപോലെ നൂഡിൽസ് കഴിച്ചു. നൂഡിൽസ് ഇവിടുന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചൂടോടെ. പക്ഷേ ആ നൂഡിൽസ് പിന്നെ ഒരു പണി തരുമെന്ന് വിചാരിച്ചില്ല. കാരണം നമ്മളിവിടെ മണാലിയിൽ എത്തുന്നതിന് മുമ്പ് അവൾ ഛർദ്ദിച്ചു കേട്ടോ. ഛർദ്ദിച്ച് ഫുള്ള് കാർ മൊത്തം നശിപ്പിച്ചു. അവസാനം നമ്മളെ റൂമിലെത്താനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.